പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, മരത്തണലിരുന്ന് വിശ്രമിക്കുക. ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. വിശപ്പടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൗതിക വിശപ്പുമുണ്ട്, ആത്മീയ വിശപ്പുമുണ്ട്. ദൈവസന്നിധിയിൽ മനുഷ്യൻ ചെല്ലുമ്പോൾ ആത്മാവിൻ്റെ വിശപ്പ് തീർക്കുക എന്നത് പ്രധാനപ്പെട്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ, കുദാശകളുടെ സ്വീകരണം, ഇതൊക്കെ ആത്മാവിൻ്റെ വിശപ്പടക്കുവാൻ പര്യാപ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും കൗദാശിക ജീവിതത്തിൽ നമ്മൾ വിരമിച്ചു പോയാൽ, അവ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാവിൻ്റെ വിശപ്പ് അവസാനിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ കൂദാശകളോട് ചേർന്ന് നിൽക്കുക, പ്രാർത്ഥനാ ജീവിതത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിൽ, ആത്മീയതയിൽ, കൂദാശകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രതിഫലം എന്താണ്? ദൈവസന്നിധിയിൽ അവർക്ക് സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണ്? മനുഷ്യൻ ജീവിതത്തിൽ മടുത്തു പോകും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബലം എന്താണ്? കൂദാശകളുടെ ബലമ, വിശുദ്ധ കുർബാനയുടെ ബലമ, വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ബലമ, പ്രാർത്ഥനയുടെ ബലമാണ്. ഈ ബലമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രാഹാം എന്ത് ചെയ്യുന്നു? എന്താണ് അബ്രാഹാം പറയുകയാണ്, ഈ ദാസിൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. അവരുടെ എല്ലാ വിധത്തിലുള്ള ആവശ്യങ്ങളെയും അബ്രാഹാം മുൻകൂട്ടി കണ്ട് അറിഞ്ഞ് അവയെല്ലാം അബ്രാഹാം പരിഹരിക്കുക. ഒരമ്മയ്ക്കറിയാം, സ്കൂൾ വിട്ട് ഒരു കുട്ടി വരുമ്പോൾ എന്തെങ്കിലും മുഖത്തൊരു സങ്കടമോ വിഷാദഭാവമോ ഉണ്ടെങ്കിൽ അമ്മ ചോദിക്കും, എന്ത് പറ്റി? മുഖത്ത് എന്നാ പറ്റി? സങ്കടം? സ്കൂളിൽ നിന്ന് വഴക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ, പേടിപ്പിച്ചോ, അല്ലെങ്കിൽ വീണോ, പരിക്കേറ്റോ? കാരണം മുഖത്തിൻ്റെ ഭാവത്തിൽ നിന്ന് അമ്മ തിരിച്ചറിയും. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച അബ്രാഹാം എന്താണ്? ഈ അതിഥികളുടെ ആവശ്യമെല്ലാം തിരിച്ചറിഞ്ഞു. എന്താണ് ഇവിടെ വന്ന നിലയ്ക്ക് നിങ്ങൾ എന്താണ് കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. അവർ ക്ഷീണിതരാണ്, അവശരാണ്, അവർക്ക് വിശപ്പുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാകുന്ന അബ്രാഹത്തിൻ്റെ നിലപാട് നമ്മൾ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രാഹാം പെട്ടെന്ന് ഇപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. ഈ മൂന്നാളുകൾ അബ്രാഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി വന്നപ്പോൾ അവർ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം അബ്രാഹാം പറഞ്ഞപ്പോൾ ഒരു വാക്ക് മാത്രമേ മറുപടിയുള്ളൂ. എന്താണ്? നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ഒത്തിരിയേറെ വാക്കുകളല്ല പ്രതീക്ഷിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ദൈവം ഇപ്പോൾ വന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്ന് പ്രത്യക്ഷപ്പെടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണോ? വേണ്ട. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കണമോ? ആവശ്യമില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ അബ്രാഹാം ഇത്രയേറെ പരിചരണങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വാക്ക് മാത്രമേ സന്ദർശിക്കുവാൻ വേണ്ടി വന്ന് അവർ പറഞ്ഞുള്ളൂ. എന്താണ്? നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്ക് മാത്രം. ഇത്രയേറെ പരിചരണവും ശുശ്രൂഷകളും കിട്ടിയപ്പോൾ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, അതുപോലെ നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളുക എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് പ്രോത്സാഹനം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ല, ഇങ്ങനെയൊരു സങ്കടം നമുക്ക് വേണ്ട. ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ ചുരുങ്ങിയ വാക്കുകളായിരിക്കാം ചിലപ്പോൾ നമ്മൾ കിട്ടുന്നത്. പക്ഷേ അബ്രാഹാം ചെയ്തതിനെയെല്ലാം അംഗീകരിക്കുന്ന ദൈവമാണിത്. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഇത്രയും കാലം ചെയ്ത എല്ലാറ്റിനെയും ദൈവം ഒറ്റ വാക്കിൽ അംഗീകരിക്കുക. ദൈവം കൊടുക്കുന്ന അവാർഡാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും, ഓരോ ദൈവിക കാര്യങ്ങളെയും ദൈവം ബഹുമാനിക്കുന്നു, ദൈവം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അല്പം കാത്തിരുന്ന് കുറേ കാലം ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്തു, എനിക്ക് അംഗീകാരമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സമൂഹത്തിൽ
വളരുന്നില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഓരോ ശുശ്രൂഷയ്ക്കും ദൈവം അവയെ കാണുന്നു, അവയെ പരിഗണിക്കുന്നു, ദൈവം അവയെ അംഗീകരിക്കുന്നു എന്നത് ഈ വചനം നമുക്ക് തെളിവായിട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വീണ്ടും അബ്രാഹത്തിൻ്റെ അടുത്ത മനോഭാവം നമ്മൾ കാണുന്നു. അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. അബ്രാഹം സാറായോട് പറയുന്നത് എന്താണ്? വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. ഒരു കാര്യം മാത്രമേ അബ്രാഹം സാറായോട് പറയുന്നുള്ളൂ. ഇത്രയും കാലം അബ്രാഹം ഒറ്റയ്ക്കായിരുന്നു ദൈവത്തെ പരിചരിച്ചത്, ശുശ്രൂഷിച്ചതെങ്കിൽ ഇനി കുടുംബത്തിലേക്ക് കൂടി ആ ദൈവ ശുശ്രൂഷ പകർന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്കുള്ള യാത്രയിൽ, സ്വർഗത്തിലേക്കുള്ള ജീവിതയാത്രയിൽ നാം ആരും ഒറ്റയ്ക്കല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും നാമുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷ മേഖലയിലുള്ളവരും എല്ലാവരും ദൈവസന്നിധിയിലേക്ക് പോകണം. എല്ലാവർക്കും നിത്യജീവൻ, സ്വർഗഭാഗ്യം വേണമെന്നുള്ള ആ വലിയൊരു നിയോഗത്തിലായിരിക്കണം നാം ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യേണ്ടത്. 3 ഹല്ലേലൂയ പറഞ്ഞ വലുതുകരമുയർത്തി. പ്രൈസ് ദി ലോർഡ്.